ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി സൂവിലെ പഞ്ചുകുൻ നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുക. 2025 ജൂലൈയിൽ ജനിച്ച പഞ്ചിനെ നിർഭാഗ്യവശാല് അതിൻ്റെ മദർ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അബാൻഡൻഡ് ആയ പഞ്ച് പിന്നീട് പലതരത്തിലുള്ള ഇമോഷണൽ ഇഷ്യൂസ് കാണിക്കാൻ തുടങ്ങി. പഞ്ചിനെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സൂവിലെ അധികൃതർ അതിനൊരു സ്റ്റഫ്ഡ് ടോയ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ പഞ്ചിൻ്റെ ലോകം ആ ടോയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ എല്ലാ ഇമോഷൻസ് കാണിക്കുന്നതും നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ അതിൻ്റെ കൂടെയാണ് പഞ്ച് സമയം ചെലവഴിക്കുന്നത്. പഞ്ച് ഒരു പ്രതീകമാണ്. നമ്മുടെ ചുറ്റിലും ഇതേപോലെ അബാൻഡൻഡ് ആയ കുട്ടികളുണ്ട്. ചുറ്റിലെന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ തന്നെ പല കുട്ടികളെയും നമുക്ക് കാണാൻ പറ്റും. ഐ കോണ്ടാക്റ്റുകൾ മൊബൈൽ സ്ക്രീനിലേക്ക് റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ, കഥ പറച്ചിലുകൾ സ്ക്രോളിങ്ങിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ, ഒരു കുട്ടിയുടെ ശബ്ദത്തിനും കരച്ചിലിനേക്കാളും പ്രാധാന്യം നോട്ടിഫിക്കേഷൻ ശബ്ദങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളറിയാതെ നമ്മുടെ ചുറ്റിലും അവർ ഫിസിക്കലി ഉണ്ടെങ്കിൽ പോലും ഇമോഷണലി അവർ അബാൻഡൻഡ് ആണ്, ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ഓരോ കുട്ടിയും പ്രതീക്ഷിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാരൻസിനെ ഒന്നല്ല, പക്ഷേ പ്രസൻ്റ് ആയിരിക്കുന്ന പാരൻസിനെയാണ്. ഈ നിമിഷത്തിൽ അവരെ കേൾക്കാൻ, അവരെ ഇമോഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ, അവരെ കൂടെ കളിക്കാനൊക്കെ പറ്റുന്ന പാരൻസിന് മാത്രമാണ്. ലോകത്താദ്യമായി 2025 ഓസ്ട്രേലിയ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം ബാൻ ചെയ്തിരിക്കുകയാണ്. ഫ്രാൻസ് ഈ അടുത്തിടെ അത് പ്രഖ്യാപിച്ചു. ഡെൻമാർക്ക് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഗ്രീസ് ആണെങ്കിലും സ്പെയിനും UK ഒക്കെ മലേഷ്യയൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയസ് ആയിട്ട്. നമ്മുടെ ഇന്ത്യയും അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ 15-16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയക്കല്ല, മിനിമം 10 വയസ്സിന് താഴെ കുട്ടികളുള്ള പാരൻസിൻ്റെ, രക്ഷിതാക്കന്മാരുടെ സോഷ്യൽ മീഡിയക്കും മൊബൈലുകൾക്കുമാണ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ടത്.